ശ്രീ മണിപ്രസാദ്, തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന രാജ്യവിരുദ്ധമായ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അവിടെ സമ്പൂർണ്ണമായി ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രധാനമന്ത്രിയെ കൊലയാളി എന്നുവരെ ചിത്രീകരിക്കുന്ന തരത്തിലാണ് വളരെ രാജ്യവിരുദ്ധപരമായ പോസ്റ്ററുകൾ അവിടെ കാണപ്പെടുന്നത്. ഇതിനെ പ്രിൻസിപ്പൽ ന്യായീകരിക്കുകയാണ്. ക്രിയേറ്റിവിറ്റി എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഇതിനെതിരെ യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ മണിപ്രസാദ്. അല്ല, ഒന്ന്, ഈ രാജ്യത്ത് പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ആദ്യമായിട്ടല്ല. ജനാധിപത്യത്തെ ഈ രാജ്യത്ത് ആരാണ് കശാപ്പ് ചെയ്തത് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും നന്നായി മനസ്സിലാക്കുന്നതാണ്. ജനാധിപത്യത്തെയും ഈ രാജ്യത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച കൂട്ടരുടെ കൂട്ടത്തിലെ ചില ആളുകൾ ഇന്നും ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമെന്ന കണക്കെ കാണിക്കുന്ന ഈ ആഭാസങ്ങൾ. ഈ ആഭാസങ്ങൾക്കെതിരെ ജനം എന്നേ പുച്ഛിച്ചു തള്ളിയതാണ്. ഇതല്ല, ഇതിനപ്പുറവും തരത്തിലുള്ള മലീമസമായ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയവരാണ്. ഇതെല്ലാം ജനം ഇതിനു മുമ്പ് തന്നെ തള്ളിക്കളഞ്ഞതാണ്. മരണത്തിന്റെ വ്യാപാരി എന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വിളിച്ച് ആക്ഷേപിച്ചത്. എന്നാൽ ജനം അതെല്ലാം പുച്ഛിച്ചു തള്ളി വീണ്ടും ജനാധിപത്യ സംവിധാനത്തിലൂടെ രാജ്യത്തിന്റെ അധികാരം നരേന്ദ്രമോദിജിയെ ഏൽപ്പിച്ചതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ. അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളിലൂടെ ഒന്നും തകർന്നു പോകുന്നതല്ല ബിജെപിയുടെയോ അത് പ്രത്യേകിച്ച് നരേന്ദ്രമോദിജിയുടെയോ ഒന്നും ഒരു ഇമേജ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. പക്ഷെ പ്രശ്നം, ഇത്തരം തെറ്റായ സമീപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടരായി കേരളത്തിലെ അക്കാഡമിക് സമൂഹത്തിലെ ഒരു കൂട്ടർ മാറുന്നു എന്നുള്ളത് അപകടകരമായ കാര്യമാണ്. ആ വിഷയത്തെ ഗൗരവപരമായി നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയും ആ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ എന്ന കണക്കെയല്ല വാർത്ത കൊടുക്കേണ്ടത്. വിദ്യാർത്ഥികൾ എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ളൊരു ചിന്താഗതിയുമില്ല. ഒരു കൂട്ടം ക്രിമിനലുകൾ, മാനസികാവസ്ഥ ഇതേ നിലയിലുള്ള ആളുകൾ ഇത്തരം പ്രവർത്തികൾ വ്യാപകമായി ചെയ്യുന്നവരാണ്. ഇതിനെ സംരക്ഷിക്കുകയാണ് എക്കാലവും CPM-ന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. കോൺഗ്രസും ഇന്ത്യസൊക്കെ ഒരുമിച്ചാണ് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമല അയ്യപ്പനെയൊക്കെ എത്രമാത്രം വൽക്കരിച്ചിട്ടാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇവർ ചിത്രീകരിക്കാൻ ശ്രമിച്ചതെന്ന് നമുക്കറിയാം. ക്രിയേറ്റിവിറ്റി എന്ന വാക്കുപയോഗിച്ച് എന്ത് തെമ്മാടിത്തരവും ഈ കേരളത്തിൽ കാഴ്ചവെക്കാം എന്ന നിലയിലേക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ പ്രതിരോധിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന നിലയിലേക്ക് ചില ദേശാഭിമാനികളായിട്ടുള്ള ആളുകൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ഇത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇത് ക്രിയേറ്റിവിറ്റി അല്ല, ഇത് ഒരു മലീമസ പ്രവർത്തനമാണ്, ഇതൊരു തെറ്റായ പ്രവർത്തനമാണ്, ഇത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ്. ജനാധിപത്യം എന്നുള്ളത് ജനങ്ങളുടെ വിഷയങ്ങൾ കൃത്യമായി എത്തിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് PSC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്കൊരു അഭിപ്രായം പോലും ഇല്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മണ്ണിൽ മരണപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ അഭിപ്രായമില്ലാതെ പോകുന്നത്? മുട്ടിലഴിയുന്നവർ, മണ്ണ് വാരി കഴിക്കുന്നവരെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു അഭിപ്രായമില്ലാതെ പോകുന്നത്? എന്ത് വിഷയമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? നീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അതിന്റെ കുറ്റക്കാരന് ജയിലിലാണ്. ഇന്നലെ സമരം ചെയ്ത കൂട്ടത്തിലുള്ള മാന്യമായി സമരം ചെയ്യുന്നവരെ കാണാൻ തയ്യാറായി, അവരോട് സംസാരിക്കാൻ തയ്യാറായി. ഈ തിരുവനന്തപുരത്ത് സമരം ചെയ്ത ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ കേരളത്തിലെ മുഖ്യമന്ത്രി കാണാൻ തയ്യാറായിട്ടുണ്ടോ? ഈ മണ്ണുവാരുത്തുന്നവർ ഇന്നും ഈ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് നടയിൽ കിടക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും കാണാൻ തയ്യാറായിട്ടുണ്ടോ? അവർക്കെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താനോ ഇങ്ങനെ ബോർഡ് വയ്ക്കാനോ തയ്യാറാകുന്നുണ്ടോ? മലീമസമായ ഇത്തരത്തിലുള്ള മാന്യമല്ലാത്ത വൃത്തികേടുകൾ കാണിച്ചു കൂട്ടാൻ ഞങ്ങൾ ഇന്നും തയ്യാറാണ് എന്ന് കൂട്ടത്തിൽ ഒരു കൂട്ടർ തയ്യാറാകുന്നുണ്ട്. അതെല്ലാം കാണിച്ചോളൂ, പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ആയിക്കൊള്ളണം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റേതല്ല, ഈ രാജ്യത്തിന്റേതാണ്. അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നടത്തുന്നതിന് യാതൊരുവിധ വിയോജിപ്പുമില്ല. അതെല്ലാം ആവോളം ചെയ്യുന്നതിന് ഇന്നും അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ വ്യാപകമായി ചെയ്തു വെക്കുന്നതിനെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന കണക്കെ ചേർത്ത് വെക്കാൻ കേരളത്തിൽ ഒരു അക്കാഡമിക് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രിൻസിപ്പാൾ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് അത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അവർ ഉത്തരം പറയണം എന്നുള്ളതാണ് ഇപ്പോൾ യുവമോർച്ചയ്ക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിന് പിന്നിൽ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കമില്ല, SFI അടക്കമുള്ള സംഘടനകളായിരിക്കുമല്ലോ ഇത്തരം ചില പ്രവർത്തനങ്ങളുമായി ഇറങ്ങുന്നത്. അതിനെ അവിടുത്തെ ആ കോളേജിലെ പ്രിൻസിപ്പൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതല്ലേ ഏറ്റവും ഗുരുതരമായ സംഭവം? മണിപ്രസാദ്, ഇവിടെ വിദ്യാർത്ഥികൾ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ പല രൂപത്തിൽ നടത്താറുണ്ട്. അത് രാജ്യവിരുദ്ധത അല്ലെങ്കിൽ അത് അതിരുകൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനെ ന്യായീകരിക്കുന്ന പ്രിൻസിപ്പലല്ലേ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായ ക്രമക്കേട് അല്ലെങ്കിൽ ഗുരുതരമായ തെറ്റ് കാണിക്കുന്നത് പ്രിൻസിപ്പലല്ലേ ശ്രീ മണിപ്രസാദ്? തീർച്ചയായും ഞാനതാണ് പറഞ്ഞത്. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ കാണിക്കുന്നതിനെ നമ്മളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ചെയ്തു വന്ന ആളുകളാണ്.
വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി സമരങ്ങളും നിരവധി പ്രതിഷേധങ്ങളും ഇതുപോലെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് മാന്യമല്ലാത്തതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ക്രിയേറ്റീവ് സമരങ്ങളും ഒക്കെ ചെയ്തു വന്നവരാണ്. പക്ഷെ പ്രശ്നം വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് ശരിയായ വണ്ണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ചിന്തിക്കേണ്ട ഒരു പ്രിൻസിപ്പാണ് അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അടിമപ്പണി ഇന്നും തുടരുന്നുണ്ട്. കേരളത്തിലെ അക്കാഡമിക് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ചിലർ എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പുറത്തുവരുന്ന വാർത്തകൾ. വിദ്യാർത്ഥികൾ എന്ന നിലയിലല്ല, ഒരു കൂട്ടം ക്രിമിനലുകൾ, ഇതേ മാനസികാവസ്ഥയുള്ളവർ പ്രതിഷേധം എന്ന കണക്കെ അവരുടെ കഴിവുകളെ ഇത്തരത്തിൽ വഴിതിരിച്ചു വിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രിൻസിപ്പാൾ തയ്യാറാകുന്നത് പ്രതിഷേധാർഹമാണ്. അത്തരം പ്രിൻസിപ്പാൾമാരെ വീണ്ടും അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ആരെക്കുറിച്ചും എന്തും ഒരു മര്യാദയുമില്ലാതെ എഴുതാമെന്ന കണക്കെ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ കാർട്ടൂണുകളും പ്രതിഷേധങ്ങളും ഒക്കെ വ്യാപകമായി ഉണ്ടായിരുന്ന നാടാണ്. ക്രിയേറ്റിവിറ്റിയെ കുറിച്ചൊന്നും ആരെയും പഠിപ്പിക്കേണ്ട. പക്ഷെ അതിനെല്ലാം ഒരു അതിർവരമ്പ് പണ്ട് മുതലേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അതിനെല്ലാം അപ്പുറം ഒരു ക്രിയേറ്റിവിറ്റി എന്ന കണക്കെ മലീമസമായി മുന്നോട്ട് പോകുന്നു. ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല. MA ബേബിയൊക്കെ പറയുന്നതിന് മറ്റു പല വാക്കുകളുമാണ് അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. ശബരിമല അയ്യപ്പനെയൊക്കെ ഇതേ രീതിയിൽ ഒരു കൂട്ടം വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കാൻ ക്രിയേറ്റിവിറ്റിയുടെ പേരിൽ ക്യാമ്പസുകളിൽ എഴുതി വെച്ച മനോനിലയും മാനസികാവസ്ഥ ഇതിലുണ്ട്. ഇത് പ്രധാനമന്ത്രിക്കെതിരെ പറയുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ മാനസികാവസ്ഥ സമൂഹത്തിന് അപകടം ഉണ്ടാക്കുന്നതാണ്. ഇതിന് നേതൃത്വം നൽകാൻ ഒരു കോളേജിലെ പ്രിൻസിപ്പൽ വരുന്നു എന്നുള്ളത് അത്യന്തം അപകടകരമായ കാര്യമാണ്. ആ വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. മോദിജിക്കെതിരെ പറയുന്നു എന്നുള്ളത് കൊണ്ട് കാരണം ഇതിനേക്കാൾ ശക്തമായ ഭാഷയിലുള്ള പ്രതിഷേധങ്ങളെയും പ്രതികരണങ്ങളെയും അതിജീവിച്ച് ജനം പുച്ഛിച്ച് തള്ളിയിട്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ്. ഇന്നും ഇവർക്കെല്ലാം പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുള്ള അവകാശമായി ഈ നാട് നിലനിൽക്കുന്നത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഭരണാധികാരിക്കെതിരെ നടന്ന ഈ രാജ്യത്തിന്റെ വലിയ സമരങ്ങൾ നമ്മുടെ നാട് കണ്ടതാണ്. ഏകാധിപതിയെ തകർത്തെറിഞ്ഞ് ഈ നാട് മുന്നോട്ട് പോയത് കൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ സമീപനം അങ്ങനെയല്ല. പക്ഷേ അവർ എഴുതി വെക്കുന്നതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് പ്രിൻസിപ്പാൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ അങ്ങേയറ്റത്തെ അപലപനിക്കേണ്ട കാര്യമാണ്. അതിനെതിരെ നടപടി ഉണ്ടാകേണ്ടതുമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്.